എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക്. ഇന്ന് നമ്മുടെ ഐറ്റം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു അരക്കിലോ കൂന്തൽ എടുത്തിട്ടുണ്ട്. ഈ കൂന്തൽ നമുക്ക് അടിപൊളി നല്ല ടേസ്റ്റിൽ എങ്ങനെയൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാമെന്നാണ് നിങ്ങളെ പരിചയപ്പെടുന്നത്. അപ്പോൾ ഈ രീതിയിൽ നിങ്ങൾ റോസ്റ്റ് ചെയ്യുകയാണെങ്കിൽ അടിപൊളി ടേസ്റ്റ് ആയിരിക്കും. നമ്മൾ ഇതുവരെ കാണാത്ത ഒരു പുതിയൊരു രുചിയാണ് ഇതിന് കിട്ടുന്നത്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് റോസ്റ്റ് ചെയ്യുന്നതെന്ന് നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ നമുക്ക് സ്റ്റൗ ഒന്ന് കത്തിച്ച് നമുക്കൊരു അലുമിനിയം ചട്ടി എടുപ്പ് വെക്കാം കേട്ടോ. പാത്രങ്ങളൊക്കെ കുറവാണ്, എന്നാലും ഉള്ള വെച്ചുകൊണ്ട് ചെയ്യുകയാണ്. ചട്ടി നന്നായിട്ട് ചൂടായി വരുമ്പോൾ ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. എണ്ണ നന്നായിട്ട് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് ഒരു 2 സവാള ഉള്ളി അരിഞ്ഞത്, ഒരു 3 പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞത്, ഒരു 2 തണ്ട് കറിവേപ്പില, ഒരു 1/2 ടേബിൾ സ്പൂൺ ഉപ്പ്, ഇതെല്ലാം കൂടി ഒന്ന് വഴറ്റിയെടുക്കാം. ചെറുതായിട്ടൊന്ന് വാടി വരുമ്പോൾ ഇതിലേക്ക് 1 ടീസ്പൂൺ ഇഞ്ചി പേസ്റ്റ്, 1 ടീസ്പൂൺ വെളുത്തുള്ളി പേസ്റ്റ്, ഒരു 1/2 ടീസ്പൂൺ പെരിഞ്ചീരകം പൊടിച്ചത്. ഇപ്പോൾ ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് വഴറ്റാം. അതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറുന്ന വരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇതിൻ്റെ പച്ചമണമൊക്കെ മാറി വന്നു. ഈ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു കളറിന് വേണ്ടി ഒരു 1/2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, ശേഷം ഇതും ഒന്ന് മൂപ്പിച്ചെടുക്കാം. ഇപ്പോൾ ഇത് നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇവനെ ഒന്ന് മാറ്റാം. കൂന്തൽ ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ഒരല്പം മഞ്ഞൾപ്പൊടി, കുറച്ച് ഉപ്പ്, ഒരു 1/4 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, നന്നായിട്ടൊന്ന് തിരുമ്മി യോജിപ്പിക്കാം. ഒരു പാൻ അടുപ്പ് വെക്കാം. കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. നമ്മുടെ പാൻ നന്നായിട്ട് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് നമ്മുടെ ഉപ്പും മുളക് പൊടിയൊക്കെ തിരിഞ്ഞ് വെച്ചിരിക്കുന്ന നമ്മുടെ കൂന്തലിട്ട് കൊടുത്ത് ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. ഒരുപാട് ഫ്രൈ ആകണ്ട. ഇത് ഏകദേശം ഒരു ഹാഫ് കുക്കായിട്ടുണ്ട്. നന്നായിട്ട് ഫ്രൈ ആകണ്ട, ഒരു ഹാഫ് കുക്കാകുന്നവരെ ഒന്ന് ഫ്രൈ ചെയ്തിട്ടാൽ മതി. ഇത് നമുക്ക് നമ്മൾ വഴറ്റി വെച്ചിരിക്കുന്ന ചേരുവയ്ക്കകത്തേക്ക് ഇട്ട് കൊടുക്കാം. ശേഷം നന്നായിട്ട് മിക്സ് ചെയ്യാം. നമുക്കൊരു 5 മിനിറ്റ് ചേരുവയിലൊന്ന് പിടിച്ച് നന്നായിട്ട് ബാക്കിയുള്ള കൂടെ ഒന്ന് കുക്കാൻ വേണ്ടി 5 മിനിറ്റ് മൂടി വെക്കാം. ഒരു 5 മിനിറ്റ് ആയിട്ട് നമുക്ക് തുറന്ന് നോക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് മല്ലിച്ചപ്പ് കൊടുക്കാം. ലാസ്റ്റ് ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. പച്ച വെളിച്ചെണ്ണ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഒരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടിയും ചേർത്ത് കൊടുക്കുക. നന്നായിട്ട് മിക്സ് ചെയ്യാം. നമ്മുടെ കൂന്തൽ കണവ റോസ്റ്റ് റെഡിയായി. സ്റ്റൗ ഓഫ് ചെയ്യാം. നമുക്കിതൊരു പാത്രത്തിലേക്ക് സെർവ് ചെയ്യാം. അപ്പോൾ നമ്മുടെ കൂന്തൽ റോസ്റ്റ് റെഡിയായി. നല്ല സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ. നിങ്ങളും ഇതേപോലെ ഒന്ന് ചെയ്ത് നോക്കുക. ഇതേ രീതിയിൽ ഒന്ന് പാചകം ചെയ്തിട്ടൊന്ന് കഴിച്ചു നോക്കാം കേട്ടോ. നല്ല ടേസ്റ്റിയാണ്. നമുക്കിതുവരെ നമ്മൾ ചെയ്യാത്ത രീതിയിൽ നിന്ന് വ്യത്യസ്തമായിട്ടാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്.
അപ്പോൾ ഇങ്ങനെ ഒന്ന് ഫ്രൈ ചെയ്തിട്ട് നമ്മൾ ഇതേപോലെ റോസ്റ്റ് ചെയ്യുകയാണെങ്കിൽ അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ കരുതട്ടെ. അപ്പോൾ ഇതേപോലുള്ള വ്യത്യസ്തമായിട്ടുള്ള വീഡിയോയുമായിട്ട് അടുത്തൊരു വീഡിയോയിൽ കാണാം. അതുവരെ എൻ്റെ വീഡിയോ കണ്ട എല്ലാ സുഹൃത്തുക്കൾക്കും ഒരുപാട് സ്നേഹം.